ഹായ് സ്റ്റുഡൻസ്, അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടും 2 ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ഓർഡിനറി പെറ്റി ക്യാഷ് ബുക്കും അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കും. ഓർഡിനറി പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പെറ്റി കാഷ്യർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സ്മോൾ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യറെ അപ്പോയിൻറ്റ് ചെയ്തിട്ട്, അതായത് ലാർജ് പേയ്മെൻറ്റും സ്മോൾ പേയ്മെൻറ്റും ഉണ്ടാകുമ്പം മെയിൻ കാഷ്യർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, റെക്കോർഡ് ചെയ്യുമ്പം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഒരു പെറ്റി കാഷ്യറെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് സ്മോൾ എക്സ്പെൻസസ് മാത്രം ഈ പെറ്റി കാഷ്യർ ഹാൻഡിൽ ചെയ്യും. അപ്പം പെറ്റി കാഷ്യർ പ്രിപ്പയർ ചെയ്യുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക്. അത് ലോങ് പീരീഡ് ഉണ്ടാവില്ല, ചിലപ്പം വീക്കിലി ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക, മന്ത്ലി ആയിരിക്കാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടുന്ന പൈസ മെയിൻ കാഷ്യർ അഡ്വാൻസ് ആയിട്ട് പെറ്റി കാഷ്യർക്ക് കൊടുത്തിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജനുവരി 1 റിസീവ്ഡ് ക്യാഷ് ഫോർ പെറ്റി എക്സ്പെൻസസ്. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് കൊടുത്ത പൈസയാണ് 2021 8,000 rupees. January 1 to cash 8,000 റെസീറ്റ് സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് കോളം പറയാം: റെസീറ്റ് കോളം, ഡേറ്റ് കോളം, വൗച്ചർ നമ്പർ, പാർട്ടിക്കുലേഴ്സ് കോളം, ടോട്ടൽ പേയ്മെൻറ്റ്. ഇവിടെ സ്പേസ് വെച്ചിരിക്കുന്നത് ഓരോ ഐറ്റം ഓഫ് എക്സ്പെൻസ്, ഇവിടെ ഡിഫറെൻറ്റ് എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, സിമിലർ എക്സ്പെൻസൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യണം. കാരണം എക്സ്പെൻസ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോളം വരച്ചിട്ട് ഇവിടെ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്പേസ് വെച്ചിരിക്കുന്നത്. ചെയ്യുമ്പോൾ ഓരോരോ കോളമായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാം. കോമൺ ആയിട്ടാണ് ഡേറ്റ് കോളവും പാർട്ടിക്കുലേഴ്സ് കോളവും വരുന്നത്. അപ്പോൾ ഇത് കമ്പൽസറി ആണ്: റെസീറ്റ്, ഡേറ്റ്, വൗച്ചർ നമ്പർ, പാർട്ടിക്കുലേഴ്സ്, ടോട്ടൽ പേയ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്തു, ക്യാഷ് കിട്ടിയത്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡിന് പെയ്ഡ് ബസ് ഫെയർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എക്സ്പെൻസ് ആണ്, പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ബൈ കൺവെയൻസ് അക്കൗണ്ട്. കൺവെയൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50 rupees ഇട്ട് കൊടുക്കുക. കൺവെയൻസ് അക്കൗണ്ട് ആഫ്റ്റർ ടു പെറ്റി ക്യാഷ് ആണ് ജേണൽ എൻട്രി വരിക. അപ്പം ഞാൻ പറഞ്ഞിട്ട് സെപ്പറേറ്റ് എക്സ്പെൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഇവിടെ 50 ഇട്ട് കൊടുക്കുക, കൺവെയൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുക. അതായത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന് മാത്രമാണ് ഇങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡിന് തന്നെ പെയ്ഡ് കാർട്ടേജ് ഉണ്ട്. കാർട്ടേജ് എക്സ്പെൻസ് ആണ്. ബൈ കാർട്ടേജ് കൺവെയൻസിൽ വരില്ല. കാർട്ടേജ് എന്ന് പറഞ്ഞിട്ട് 250 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കാർട്ടേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോളം ഇവിടെ വരണം. അപ്പം നമുക്കൊരു കോളം വരയാം. കാർട്ടേജ് അക്കൗണ്ട് എമൗണ്ട് വരുന്നത് 250. ഇവിടെ ഇതിൻ്റെ നേർക്ക് 250 ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ കോളത്തിൽ 250. നെക്സ്റ്റ് വരുന്നത് തേർഡിന് പെയ്ഡ് ഫോർ കാർട്ടേജ് അഗെയിൻ. വീണ്ടും കാർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേർഡിന് കാർട്ടേജ് അതേ കോളത്തിൽ തന്നെ 500 ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സെയിം ഡേറ്റിന് പെയ്ഡ് വേജസ്. തേർഡിന് വേജസും പേയ്മെൻ്റ് ആണ്. വേജസ് അക്കൗണ്ട് ആഫ്റ്റർ ടു പെറ്റി ക്യാഷ് ജേണൽ എൻട്രി. വേജസ് ടോട്ടൽ കോളത്തിൽ 500 ഇടണം. വേജസ് 600, ടോട്ടൽ കോളത്തിൽ 600 ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു എക്സ്ട്രാ കോളം വേജസ് ഇട്ട് കൊടുക്കുക. കാരണം വേജസ് ഇതിലൊന്നും പെടില്ല, കൺവെയൻസിലും കാർട്ടേജിലൊന്നും വേജസ് പെടാത്തത് കൊണ്ട് വേജസ് ഇട്ട് കൊടുത്തു. വേജസിനൊരു കോളം 600. നെക്സ്റ്റ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി. ഡേറ്റ് 4 പെയ്ഡ് ഫോർ സ്റ്റേഷനറി. ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ട് ചെയ്യാം. ഡേറ്റ് 4 സ്റ്റേഷനറി എമൗണ്ട് വരുന്നത് 400. അതേ 400 നെക്സ്റ്റ് കോളത്തിൽ സ്റ്റേഷനറി അക്കൗണ്ട് ഒന്ന് ഇട്ട് കൊടുക്കണം.
സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു പുതിയ കോളം വരെ. നെക്സ്റ്റ് പെയ്ഡ് ഓട്ടോ ചാർജസ്. ഡേറ്റ് ഫോറിന് ഓട്ടോ ചാർജസ്. ഓട്ടോ ചാർജസ് എന്ന് പറയുമ്പോൾ കൺവെയൻസിലാണ് വരിക. ബൈ കൺവെയൻസ് അക്കൗണ്ട്. $200. ആ കൺവെയൻസ്, ഇത് കൺവെയൻസ് ഇവിടെ ഉണ്ട് ഒരു കോളം, അതുകൊണ്ട് അതിലേക്ക് തന്നെ 200 ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് പെയ്ഡ് ഫോർ റിപ്പയേഴ്സ്. ഡേറ്റ് 5. റിപ്പയേഴ്സ് അക്കൗണ്ട്. റിപ്പയേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു പെറ്റി ക്യാഷ് 1500. അപ്പം നമ്മളതിന് വേറൊരു കോളം വരഞ്ഞു കൊടുക്കണം. 1500 ഇട്ടിട്ട് റിപ്പയേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇട്ട് കൊടുക്കുക. ദെൻ പെയ്ഡ് ബസ് ഫെയർ. ബസ് ഫെയർ എന്ന് പറയുമ്പോൾ കൺവെയൻസിൽ വരുന്നതാണ്. കൺവെയൻസ് അക്കൗണ്ട് 100. അപ്പോൾ അത് 100 ഇതിലേക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഐറ്റവും ഈ ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ ഇട്ട് കൊടുക്കണം. അതേപോലെ എക്സ്പെൻസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ കാണിക്കുകയും വേണം. സിമിലർ ഐറ്റമെല്ലാം ഒരു കോളത്തിൽ ഇട്ട് കൊടുക്കും. ഇതിന് ശേഷം നമ്മൾ ടോട്ടലി ചെയ്യുക വേണ്ടത്. ഇത് ഓരോ കോളം ടോട്ടൽ ചെയ്താൽ ഈ കോളം 3600 കിട്ടും. ഇവിടെ 350 കിട്ടും, 750, 600, 400, 1500. ഇങ്ങനെയാണ് ടോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കോളം മാത്രം ക്ലോസ് ചെയ്യുക. ഈ ടോട്ടൽ പേയ്മെൻറ്റ് കോളം ക്ലോസ് ചെയ്യാതെ ഇംപ്രസ് സിസ്റ്റം പ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല. 3600 ഇവിടെ ഇട്ടതിന് ശേഷം ഇവിടെ എത്രയാണ് ഉള്ളത്? 8000 ഉള്ളത്. അപ്പോൾ ഈ 8000 ഇവിടെ 3600 നമുക്കിപ്പോൾ ഈ സൈഡ് ടോട്ടൽ ചെയ്താൽ 8000 കിട്ടുക. ഇപ്പോൾ ഇവിടെ 8000 ആകുമ്പോൾ ഇവിടെ 8000 ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 8000 തന്നെ ഈ ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിലും ഉണ്ടായിരിക്കണം. ലെഡ്ജർ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവരുടെ ടോട്ടൽ ഉള്ളത് 3600 മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി എത്ര വേണം? 4400 ഇവിടെ വേണം. 4400 ആണ്. അതായത് ഈ 8000 ക്യാഷ് മെയിൻ ക്യാഷ്യറുടെ നിന്ന് പെറ്റി ക്യാഷ്യർക്ക് കിട്ടി. അത് വെച്ചിട്ട് ഇത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കയ്യിലുള്ള ക്യാഷ് 4400 ആണ്. പെറ്റി ക്യാഷ്യറുടെ കയ്യിലുള്ള ക്യാഷ്. അത് ബാലൻസ് ക്യാരിഡ് ഓൺ. ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ 4400 കാണിക്കുക. നെക്സ്റ്റ് ഇതേ ഡേറ്റിന് ഇനി ഈ ബാലൻസ് ക്യാരിഡ് ഓൺ നെക്സ്റ്റ് ഡേറ്റിന് ഇവിടെ കാണിക്കണം. അപ്പോൾ ഇതിപ്പോൾ 5th കാണിച്ചത്. 6th ടു ബാലൻസ്, ഇത് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ ആണ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 4400 ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. കാരണം നെക്സ്റ്റ് മന്തിൽ ബാലൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കയ്യിലുള്ള പൈസ 4400 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംപ്രസ് സിസ്റ്റം പ്രകാരം ബിഗിനിങ്ങിൽ എത്രയാണോ കൊടുത്തത് അതിന് കണക്കായിട്ട് കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഇവിടെ എത്ര വേണ്ടി വരും? പൈസ 3600 rupees വേണ്ടി വരും. അപ്പോൾ ഈ 3600 rupees ആണ് മെയിൻ ക്യാഷ്യറിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3600 ഇട്ട് കൊടുക്കുക. ടു ക്യാഷ് ഇട്ട് കൊടുക്കുക. അതായത് പെറ്റി ക്യാഷ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 3600 ആണ് ഇനി വേണ്ടത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേറ്റിനാണ് ഇത് രണ്ടും വരുന്നത്. ഇംപ്രസ് സിസ്റ്റം പ്രകാരം മാത്രമേ ഈ ബാലൻസ് ക്യാരി ഡൗൺ നെക്സ്റ്റ് ഡേറ്റിന് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ട് ഈ ബിഗിനിങ്ങിലുള്ള എമൗണ്ടിന് കണക്കാക്കുന്ന പൈസ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൂ. ഓർഡിനറി സിസ്റ്റത്തിൽ ഇത് വരുന്നില്ല. ഇത്ര വരെ മാത്രം ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കോളം ഉണ്ടായിരിക്കും. അതുപോലെ ടോട്ടൽ പേയ്മെൻറ്റ് കോളം ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് എക്സ്പെൻസ് കോളം ഉണ്ടായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.